ഏത് കായിക ഇനത്തിലാണ് ദാരാ സിംഗ് പ്രശസ്തനായത്? ഓപ്ഷൻ എ ഹോക്കി, ഓപ്ഷൻ ബി ഗുസ്തി, ഓപ്ഷൻ സി ഗോൾഫ്, ഓപ്ഷൻ ഡി ഫുട്ബോൾ, ഓപ്ഷൻ ഇ സ്ക്വാഷ്. ഹോക്കിയാണോ, ഗുസ്തിയാണോ, ഗോൾഫ് ആണോ, ഫുട്ബോൾ ആണോ, സ്ക്വാഷ് ആണോ? ഓപ്ഷൻ ബി ഗുസ്തി. ദാരാ സിംഗ് ഗുസ്തിയിലാണോ പ്രശസ്തനായിരുന്നത്? അതെ. ദാരാ സിംഗ് ദാരാ സിംഗ് ഉറപ്പിച്ചോ? അത് ഉറപ്പിച്ചു. അതെ. ദാരാ സിംഗ് ഗുസ്തിക്കാരനാണെന്ന് പറഞ്ഞ് ഉറപ്പിച്ചു. ചോദ്യം എത്ര രൂപയുടെയാണെന്ന് അറിയാമോ? 40,000. 40,000. നിർഭാഗ്യവശാൽ നഈം ഷെരീഫ്, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ദാരാ സിംഗും മലയാള സിനിമയായിട്ടൊരു ബന്ധമുണ്ട്, താങ്കൾക്കറിയാമോ? മുത്താരം കുന്ന് പിയോ എന്നൊരു സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഗുസ്തിക്കാരനായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സിബി മലയിൽ ചെയ്ത സിനിമ. ആ സിനിമ എന്റെ നാട്ടിലാണ് ഷൂട്ട് ചെയ്ത്. ഇനിയിപ്പോ 1,00,000 രൂപയുടെ ചോദ്യമാണ്. അപ്പൊ ചോദ്യം ഇതാണ്, മോട്ട് ശ്രദ്ധിച്ചോളൂ. ലോകത്തേറ്റവും അധികം കടൽ തീരമുള്ള രാജ്യം ഏതാണ്? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ഇന്തോനേഷ്യ, ഓപ്ഷൻ സി കാനഡ, ഓപ്ഷൻ ഡി നോർവേ, ഓപ്ഷൻ ഇ അമേരിക്ക. നഈം ഷെരീഫ്, ലോകത്തേറ്റവും അധികം കടൽ തീരമുള്ള രാജ്യം. കണ്ണൂരിൽ മനോഹരമായ കടൽത്തീരങ്ങളില്ലേ? അതെ. മുഴുപ്പിലങ്ങാട് ബീച്ചൊക്കെ അല്ലേ? പിന്നല്ലാണ്ട്. എവിടെയാ അത്? അത് എന്റെ വീട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറം. അത്രേ ഉള്ളൂ. അവിടെ പോയി മുഴുപ്പിലങ്ങാട് ബീച്ചിലൊക്കെ പോയിരിക്കുവോ? ഇടയ്ക്ക് പോയി നമ്മൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. ആണോ? അതെ. സുഖകരമായ അവസ്ഥയാണ് കാണുമ്പോ. നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ലോകത്തേറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം റഷ്യ, ഇന്തോനേഷ്യ, കാനഡ, നോർവേ, അമേരിക്ക. സർ, ഓപ്ഷൻ സി കാനഡ. വിദേശത്ത് പോയിട്ടുണ്ടോ? വിദേശത്ത് പോയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കാനഡയിൽ പോയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് കാനഡ? അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂരാണ്, ഇന്ത്യയിൽ ഗുജറാത്താണ്, ഏഷ്യയിൽ ഇന്തോനേഷ്യ, ലോകത്ത് കാനഡ. താങ്കൾ ഒരു കടൽ തീരം സ്പെഷ്യലിസ്റ്റാണ്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കാനഡയാണ് ശരിയായ ഉത്തരം. ഈ ബുദ്ധിയൊക്കെ എവിടെ ഇരിക്കുന്നു? യു ആർ എ വിജ്ഞാനി. അയ്യോ സർ, ഒരിക്കലുമല്ല. എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ. നോൺ ഇസ് എ ഡ്രോപ്പ്, അൺനോൺ ഇസ് എൻ ഓഷൻ. അങ്ങനെയാണോ? പിന്നെ കടൽ തീരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർ. എന്റെ കടലിനെ സ്നേഹിക്കാത്ത മനുഷ്യരുണ്ട്. അപ്പൊ നമ്മൾ ഇനി 60,000 ചോദ്യത്തിലേക്ക് കടക്കണം. 60,000. സീരിയസ് മോണിറ്റർ. ചോദ്യം ഇതാണ്, ലഹരിയോട് വിട പറയാൻ പുതിയ തലമുറയെ പ്രേരിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ എ മുക്തി, ഓപ്ഷൻ ബി വിമുക്തി, ഓപ്ഷൻ സി ജീവൻ, ഓപ്ഷൻ ഡി പുലരി, ഓപ്ഷൻ ഇ വിട. പിന്നാലെ അവർക്ക് ഇൻഷുറൻസും കൊടുക്കാം. മുക്തിയാണോ, വിമുക്തിയാണോ, ജീവനാണോ, പുലരിയാണോ, വിടയാണോ? ലഹരിയോട് വിട പറയാൻ പുതിയ തലമുറയെ പ്രേരിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് ചോദ്യം. സർ, ലൈഫ് ലൈൻ. സഹായ പദ്ധതി വേണം അല്ലേ? നമ്മുടെ ശ്രീശ്യാം, നിങ്ങൾ 3 പേരോടൊന്ന് കൂടി ആലോചിച്ച് ഒന്ന് പറയൂ. അറിയാമോ? പറഞ്ഞോളൂ. വിമുക്തിയാണോ? നേതാവേ, കറക്റ്റ് ആണോ? അദ്ദേഹത്തിൽ വിശ്വാസമാണ്. അദ്ദേഹം സർക്കാർ സർവന്റ് ആണല്ലോ, ഗവൺമെന്റ് സർവന്റ് ആണല്ലോ. അവരിൽ വിശ്വാസം. അവരിൽ വിശ്വസിക്കുന്നു. ശ്രീശ്യാം പറഞ്ഞതിൽ വിശ്വസിക്കുന്നു. അപ്പൊ അത് പൂട്ടാം. ഓപ്ഷൻ ബി പൂട്ടാം. വിമുക്തി തന്നെയാണോ? അതെ. ശരി, കണ്ണൂരിലേക്ക് മടങ്ങിപ്പോകാനുള്ള വണ്ടി റെഡിയാണല്ലോ? റെഡിയാണല്ലോ. താങ്കൾ പറഞ്ഞ ഉത്തരം എന്റെ ഭാഗ്യവശാൽ താങ്കൾക്ക് ശരിയായി.